നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഉറങ്ങാൻ വന്ന് കിടന്ന എന്നെയും പൊക്കിക്കൊണ്ട് ജാനിക്കുട്ടി മാങ്ങ വറുക്കാൻ പോവുക. വല്യച്ഛൻ്റെ വീട്ടിലാണ് ഈ മാങ്ങ എല്ലാം പൊഴിഞ്ഞ് വീഴുന്നുണ്ട്, കുഞ്ഞൻ മാങ്ങയും. അപ്പോൾ അത് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾക്ക് ഇന്ന് തന്നെ അവൾക്ക് പറക്കാൻ പോകണം. അത് അച്ഛട്ടേന് കവർ മേടിച്ചുകൊണ്ട് പോവുക. അതും കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തോട്ട് മാറി അമ്പലമാണ്. അമ്പലക്കുളം ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരം ജാനിക്കുട്ടി ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, അവളെ അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്ത്. അമ്പലക്കുളമൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്ന സമയമായിരുന്നു. അതും കഴിഞ്ഞൊരു 3 മാങ്ങ എങ്ങാണ്ട് കിട്ടി. അതും കിട്ടിക്കൊണ്ട് കവറിനകത്തിട്ടുകൊണ്ട് നടന്നു വരിക. അപ്പുറത്തുള്ള അണ്ണൻ എന്തോ ചോദിച്ച് അവൾ അതിനെ എങ്ങാണ്ട് മറുപടി പറഞ്ഞിട്ട് നടന്നു പോവുക. എന്തോ കലിപ്പുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു 2-3 മാങ്ങ എങ്ങാണ്ട് കിട്ടിയുള്ളല്ലോ, അതിൻ്റെ കലിപ്പാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് തന്നു. എന്തോ നല്ല സ്വഭാവമാണെന്ന് തോന്നുന്നു. ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പം കുലുങ്ങി ഡാൻസും കളിച്ചുകൊണ്ട് പോവുക. കണ്ടേ, ഇനിയും കളിക്കും ഡാൻസ്. മോളെ ഒന്നുകൂടെ കളിക്കാം. കണ്ട പിന്നെയും നിന്നിട്ട് ഏതാണ്ടൊക്കെ ഡാൻസ് കാണാൻ നല്ല രസമുണ്ട്. ഇത് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഞങ്ങളുടെ. ഞാൻ പറഞ്ഞു, മോളെ അമ്മയുടെ കൈ പിടി, അമ്മയ്ക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ അവളെൻ്റെ കൈ പിടിച്ച് 2-3 സ്റ്റെപ്പ് നടന്നു. എന്നിട്ട് അവൾ ഒറ്റ ഓട്ടം ഓടുക. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോട്ട് പോകാൻ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് മുകളിലോട്ട് പോകുന്ന വഴിയായത്. 2-3 വഴിയുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ വരാൻ. എന്നാലും അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് മുകളിലോട്ട് പോകുന്ന വഴി ഇതാണ്. അവിടെയാണെങ്കിൽ പടിയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പടിയിലൂടെയൊക്കെ കയറിയിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ. ഞാൻ ചോദിക്കുന്നതിനെല്ലാം മറുപടി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇയാൾ തലയും കുനിച്ചാണ് പോകുന്നത്. മറ്റേത് എന്തെങ്കിലുമൊക്കെ ചിരിച്ചൊക്കെ പോകുന്നതാണ്. എന്തോ പറ്റിയെന്നറിയാൻ വയ്യ. മാങ്ങ ഇച്ചിരിയേ കിട്ടിയുള്ളല്ലോ, അതിൻ്റെ വിഷമമാണെന്ന് തോന്നുന്നു കുഞ്ഞിന്. ഇതാ പടി. ഈ പടിയും കയറിയിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലോട്ടെത്താൻ. ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈയൊക്കെ തട്ടി കളഞ്ഞിട്ട് ഇയാൾ തനിയെ പടി കയറി പോവുക. അപ്പോൾ എന്നും ഉള്ള പരിപാടിയാണ്. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ ചെന്നപ്പം കാണാം അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു അത് കേട്ടോ. അപ്പം ഉത്സവം എന്നാന്ന് വെച്ചാൽ പിന്നെ ജനുവരി 28 തുടങ്ങിയിട്ട് ഫെബ്രുവരി 7 തീരും. നോട്ടീസ് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഞാൻ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേന്നായപ്പോഴത്തേക്ക് നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഉത്സവ സമയമല്ലേ. അങ്ങനെ നോക്കിയപ്പം കാണാം അമ്പലത്തിലെ എല്ലാ സെറ്റപ്പും ഒരുങ്ങിയിട്ടുണ്ട്. മൈക്ക് സെറ്റിങ്ങൊക്കെ, പിന്നെ അമ്പലമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. കുളം നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും അങ്ങ് അടിപൊളിയാവുമെന്ന്. ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ ഒരുപാട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഫെബ്രുവരി 7 ഞങ്ങളുടെ ഉത്സവം. ഇനി ആരെയും ഞാൻ പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും അങ്ങ് എത്തണം. എവിടെയാണെന്ന് വെച്ചാൽ എലിമലയുണ്ടല്ലോ ക്ഷേത്രം. അതും കഴിഞ്ഞിട്ട് ഞാൻ മേളിലോട്ട് പോകുന്ന വഴിക്ക് മോനവിടെ നിൽക്കുന്നു. ആങ്ങളുടെ മോനായത് ബോധി. അവൻ സ്കൂളിൽ പോകാനായിട്ട് തയ്യാറെടുക്കും. അത് കണ്ടോ, സ്റ്റേജിൻ്റെ അടുത്ത് മൈക്കെല്ലാം ശരിയാക്കി വെച്ചിരിക്കുക. വണ്ടി വന്നില്ല, അതിൻ്റെ കലിപ്പവൻ. അങ്ങനെ ഞാൻ മേളിലോട്ട് പോകുന്ന വഴിയാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമല്ലേ, വീട്ടിലാണെങ്കിൽ ഞാൻ ചെന്നിട്ട് വേണം ഇനി കാപ്പി ഉണ്ടാക്കാൻ. അങ്ങനെ പിന്നെ ഞാൻ റവയൊക്കെ മേടിച്ചോണ്ട് ഈ റവയാകുമ്പോൾ പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി അങ്ങ് കാപ്പി കൂടി കഴിയുമല്ലോ. പിന്നെ ചിലപ്പം ചോറും കറിയും വെച്ചാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും ഉത്സവത്തിന് അങ്ങ് എത്തിയേക്കണം. ഇനി ഞാൻ പ്രത്യേകം ആരും വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ശരി.